ഇതിൻ്റെ ഒരുപാട് ചാനലുകളും ഒരുപാട് പത്രങ്ങളും ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ചെയ്തിട്ടുണ്ട്. ഹിന്ദി ചാനൽ വരെ രാജ്യത്തെക്കാരൻ ചാനൽ വരെ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് നമ്മൾ മനോരമൻ്റെ കർഷകശ്രീ എന്ന് പറഞ്ഞ ബുക്ക്. അതൊരു ഒരു താല്പര്യമുള്ള വിഷയമാണ്, അത് അതിലൊന്ന് വരണം എന്നല്ല. അപ്പോൾ ഏതായാലും ഈ മാസത്തെ കർഷകശ്രീയിൽ എൻ്റെ ലോങ്ങിനെ കുറിച്ചുള്ള ഇത് വന്നിട്ടുണ്ട്. ഇതാണ് ബുക്ക് കേട്ടോ. ഇതാണ് ബുക്ക് തന്നെ. അതിൽ 21ാമത്തെ പേജിലും പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് 22ാമത്തെ പേജിലും നമ്മൾ ഫോട്ടോസ് സഹിതം ലോങ്ങിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കുറിച്ചുണ്ടല്ലോ, നമ്മുടെ ലോങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ലോങ്ങിൻ്റെ ഏകദേശം ഒരു 27ഓളം വെറൈറ്റി ലോങ്ങനുകളുണ്ട്. അത് ഏത് നടണം, ഏത് നടാതിരിക്കണം, ഏത് ഒഴിവാക്കണം, ഏത് വീട്ടിൽ വെക്കാൻ നല്ലത് ഏതെന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നല്ല ഏറ്റവും ലോ പ്രൈസിൽ നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും ക്വാണ്ടിറ്റി ഒരു മാസത്തിൽ ഏകദേശം 1000ൻ്റെ മുകളിൽ തൈകൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യും. കണ്ടോ ബ്ലൂബെറി കായോട് കൂടിയുള്ള കേട്ടോ. ട്രോപ്പിക്കൽ ബ്ലൂബെറിയാണ്. അത് ആ പൂവുണ്ട് കണ്ടോ. ഇത് നമ്മുടെ ചകിരിച്ചോറിലാണോ ചെയ്തിട്ടുള്ളത്? ചകിരിച്ചോറ് ഇത് വെയിറ്റ്ലെസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടുതൽ പിന്നെ മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. കുറച്ച് മണ്ണ് മതി, ഒരു 10% 20% മണ്ണ് മതി. പിന്നെ എന്താ വെച്ചാൽ ഇത് ട്രോപ്പിക്കലായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ. അതായത് പിന്നെ ശരിക്കും ബ്ലൂബെറി എന്ന് പറഞ്ഞത് സബ് ട്രോപ്പിക്കലാണ്, ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്നതിൻ്റെ ശേഷം കായ് പൂവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ട്രോപ്പിക്കലാണെന്നുള്ളത് പറയാൻ കാരണം. എന്തായാലും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റിലൊക്കെ നമ്മൾ കൊടുത്തിരുന്ന് പിന്നെ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇവിടെ, അന്ന് കൊടുത്തിരുന്ന് 500 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് 900 രൂപക്കാണ് കേട്ടോ. 900 രൂപയുടെ സൈസുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് വില ഉണ്ട് കേട്ടോ, കാരണം വിലയുള്ള ഇതാണ്. കായോട് കൂടി ക്രമേണ നമുക്ക് കുറയുന്നത് പ്രതീക്ഷിക്കാം, കാരണം പുതിയത് വരുമ്പോൾ അങ്ങനെയാണല്ലോ പൊതുവെ. കായോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 900 രൂപക്ക് കൊടുക്കുന്നുണ്ട്. റഷീദ് ഖാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്താണ് മലപ്പുറം ടൗണിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകുലം സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 3 കിലോമീറ്റർ, കോഴിക്കോട് പാലക്കാട് റോഡ് 1.5 കിലോമീറ്റർ കയറാനുള്ളൂ. ചട്ടിപ്പറമ്പ് ഭാഗത്ത് വരുമ്പോൾ 3.5 കിലോമീറ്റർ. ഇതാണ് ചൈനീസ് കറി ലീവ്സ്. നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ ഭംഗിയാണ്. ഓർണമെൻ്റലായിട്ട് വളർത്താൻ, വീട്ടുമുറ്റത്ത് വളർത്താനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ചെടിയും കൂടാണ് ഈ ചൈനീസ് കറി ലീവ്സ്. ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചു. ഇവിടെ എപ്പോഴും 100 കണക്കിന് തൈകൾ ഉണ്ടാക്കണം, എന്നാലും അടിച്ചടിച്ച് പോവുകയാണ് സാധനം. അപ്പോൾ തൈകൾ എത്ര വേണമെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിംഗർ ലെമൺ, കണ്ടിട്ടുണ്ടോ? ഇതിൽ കുറച്ചുകൂടി സൈസ് വരും കേട്ടോ. അതല്ല, പിന്നെ 3-4 ടൈപ്പ് ഉണ്ട്. റെഡ് വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്, കളർഫുൾ ആയിട്ട് കിട്ടുന്ന സാധനം കൂടിയല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതാണ് അതിൻ്റെ അജിമണി പോലെയല്ല ഇതിൻ്റെ ഉൾവശം വരിക. ഇതെന്താ സംഭവം എന്നറിയോ, ഇത് സലാഡിലാണ് ഉപയോഗിക്കുക. സലാഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അല്ലികളുണ്ടല്ലോ അത് നമുക്ക് ശരിക്ക് ഓരോന്നായിട്ട് ചാടി കിട്ടും. കണ്ടോ, നീ വേണമെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ്, ഒരു നീര് പോലും വരില്ല. കണ്ടോ, ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു ബലം വെക്കും. എന്നിട്ട് ഇത് കണ്ടോ അരിമണി പോലെ വരും. ഇതാണ് ഫിംഗർ ലെമൺ. ഇത് നമ്മൾ സലാഡിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനം എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഓരോന്ന് കടിക്കുമ്പോൾ ആ പുളി രസമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, ഇത്രയും ചെറിയ ഇതിൽ തന്നെ ഉണ്ടോ നല്ല സ്മെല്ലാണ്. ഇതെന്താ പറയുക, ഇതിൻ്റെ ഇത് സംഭവമാണ്. ഇത് പിന്നെ എന്തായാലും ഒരു വീട്ടിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റുന്ന സാധനമാണ് എന്തായാലും. ഇതാണ് സീറ്റ് ലൂവി. പക്ക റിസൾട്ടുള്ള ഒരു സംഭവമാട്ടത്. നല്ല ടേസ്റ്റുമാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് അത് ഇഷ്ടംപോലെ കഴിച്ചിട്ടും ഉണ്ടാവും. ഇതിൻ്റെ തൈകളും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. വലിയ മരമായിട്ട് പോകുന്ന ഒരു സംഭവം കൂടിയാണ്. അതെ, വലിയ മരം എന്ന് പറഞ്ഞാൽ ബുഷായിട്ടാണ് വരിക. 360 ദിവസം പഴം ഉണ്ടാവും, ഗ്യാരണ്ടിയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്വീറ്റാണ്. പിന്നെ NRന്റെ ലൂബി ഉണ്ട്, അതൊക്കെ ചെറിയ പഴമാണ്. ഒരുപാട് ലൂബികളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാത്രമാണ് നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും? നമ്മൾ ശരിക്കും ഇത് 350-400 കൊടുത്തിരുന്ന സാധനം ഇതൊരു 275 രൂപയായിട്ട് ഇപ്പോൾ ഓഫർ ആയിട്ട് കൊടുക്കുക. എത്ര ദിവസം ഉണ്ടാവും? ഒരു 10 ദിവസം കൊടുക്കുക. 10 ദിവസം കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ വന്നിട്ട് 10 ദിവസം. ഓക്കെ. അപ്പോൾ ഇതാണ്ടോ ട്രോപ്പിക്കൽ അവക്കാഡോ, അടിപൊളി ബുഷുള്ള തൈ. നമ്മളവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്. ഇതാ അടിപൊളി ബുഷ് തൈകൾ. ഇത് ഞാൻ ഉണ്ടാക്കിയ തൈകളല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. ട്രോപ്പിക്കലാണ്. ഇവിടെയൊക്കെ നഴ്സറികളിലൊക്കെ കിട്ടുന്ന ട്രോപ്പിക്കൽ എന്ന് പറയുന്ന അത്തിയാണിത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഇത്രയും സൈസുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് 800 രൂപക്കാണ്. ഓക്കെ. പിന്നെ നമ്മളെ തൈകളാണിത്. ഇതെല്ലാം നമ്മൾ ചെയ്തുണ്ടാക്കുന്ന തൈകളാണ്. അതായത് പിന്നെ ഓഫ് സീസണിൽ കായ ഉണ്ടാവുന്നത്, അതായത് ഡിസംബർ ജനുവരിയിലൊക്കെ കായ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട്. പിന്നെ ഓൾ സീസണായിട്ട് കായ്ക്കുന്ന വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ സീസണിൽ നല്ല അടിപൊളിയായിട്ട് കായ്ക്കണം. അതായത് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എടുത്ത് കമ്പെടുത്ത് തൈ ഉണ്ടാക്കുന്നതാണിത്. ധൈര്യമായിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ്.
ഒരു 6 വെറൈറ്റിയോളം ഞാൻ അവക്കാടോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന അവക്കാടോകളാണ്. അബിയുവിൻ്റെ തൈകളാണ് കേട്ടോ. ഇതിൽ ഓൾ സീസൺ അബിയു ഉണ്ടാവും, എല്ലാ അബിയുകളും ഉണ്ടാവും. എൻ്റെ ഓൾ സീസണിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കഴിച്ചതും കൂടിയാണ്. അതെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓഫറിൽ കൊടുക്കട്ടോ. എത്ര കൊടുക്കാം? ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ്. ശരിക്കും നമ്മൾ 100 രൂപ കൊടുക്കണതാണ്. അത് 2 എണ്ണം 150 രൂപ കൊടുക്കാം. 2 അബിയുവിന്റെ തൈകൾ 150 രൂപയ്ക്കല്ലേ? നല്ല തൈകൾ 10 ദിവസം കൊടുത്തൂടെ? കൊടുക്കാം. ഈ വീഡിയോ വന്ന് 10 ദിവസം നമുക്ക് കൊടുക്കാം. എല്ലാവരോടും ഡേറ്റ് നോക്കാൻ പറയാം. ഡേറ്റ് നോക്കാം, അതായത് വീഡിയോ അപ്ലോഡിംഗ് ഡേറ്റ് നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് 10 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ഓഫറിൽ പാൻറ്റുകൾ കിട്ടും കേട്ടോ. അത് നമ്മൾ ബുഷോറിന്റെ തൈകള് കായോട് കൂടിയിട്ട് നമ്മുടെ കേരള ചെറിയ പൂക്കളും കായ്ക്കളുമാണ്. ഇതിൽ നമ്മൾ കേരള കാലാവസ്ഥയിലും നല്ല ജ്യൂസ് അടിക്കാനും അനുയോജ്യമായ ഒരു ഓറഞ്ച്, ഒരു ഗസ്റ്റ് വരുമ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഏത് സമയത്തും കായ ഉണ്ടാവുന്ന ഒരു ബുഷ് ഓറഞ്ച്. അതായത് മലേഷ്യക്കാർ ലിമോ കസ്തൂരി എന്ന് പറയുന്ന ബുഷ് ഓറഞ്ച് നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു ഓഫർ റേറ്റിൽ 100 രൂപക്ക് കേട്ടോ. 100 രൂപയ്ക്ക് കായുള്ളതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് തന്നെ ഫുള്ള് ചെറിയ കായകളുണ്ട്. അപ്പോൾ ഇത് കാണാത്ത നോക്കണ്ട, അതൊക്കെ മൊത്തം കായകളാണ്. ചെറിയ ചെറിയ കായകളുണ്ട്. അവിടെയൊക്കെ ഇതാണ്ട പൂവ്. റഷീദ് ഖാൻ മൾബറി ഏതാ വെറൈറ്റി? ഇപ്പോൾ ഇത് പാകിസ്ഥാന്റെ റെഡ് ആണല്ലേ? ഫുൾ കായോട് കൂടിയിട്ടോ. ഫ്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ ശരിക്കും 350 കൊടുത്തിനാ. ഇപ്പൊ ഒരു ഓഫർ നമുക്ക് എത്ര? 275 കൊടുക്കാം. 275. ഇതാ വേറെ ഉണ്ട് തൈകള് കുറച്ചുകൂടി ചെറുത്. അതന്നെ കുറച്ചുകൂടി ചെറുത്. 250 രൂപ. 250 നല്ല കായോട് കൂടിയിട്ടുള്ളത് 275 വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കായോട് കൂടിയിട്ടുള്ളത് ഈ ഒരു ഓഫർ 10 ദിവസം കൊടുത്തു. 10 ദിവസം കൊടുക്കാം. ഇതാണ് സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ആണ് ഇത്. മറ്റേ തൊലിക്കാനം കൂടുതലുള്ള ആ സംഭവം അല്ലേ? എങ്ങനെ റേറ്റ്? ഇതാ നോക്കിട്ടോ, കായുള്ളുണ്ട് കേട്ടോ. ഇതാ കായുള്ളത് നടക്കുന്നുണ്ട്. ഓക്കെ. ഇത് നല്ല സൈസും വരില്ല? ഇത് അത്യാവശ്യം സൈസും വരും. അപ്പോൾ ഇത് ആളുകൾക്ക് പല റീമാർക്കുള്ള ആളുകൾ പലതും പറയും. പക്ഷേ ചില ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ഓഫർ റേറ്റിലേ കൊടുക്കണുള്ളൂ. 2 എണ്ണം 150 രൂപ. 150 രൂപ. നമുക്ക് ഈ വീഡിയോ വന്നിട്ട് 10 ദിവസം കൊടുക്കാം. 10 ദിവസം കൊടുക്കാം. ചിക്കൻ ക്ലോ എന്ന് പറഞ്ഞ മൾബറി. ഇത് ചിക്കന്റെ കാല് പോലെ. അതെ അതെ അതെ. അത് അതിൽ പൂ വരുന്നുണ്ട്, കണ്ട കായ് വരുന്നുണ്ട്, കണ്ടോ? ഉണ്ടല്ലേ? റിസൾട്ട് വന്നു തുടങ്ങി. അതാ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സമയത്ത് 450-500 കൊടുത്തിന് സാധനം ഇത് 250 രൂപക്ക്. 250 രൂപ കൊടുക്കാം. ഇത് നമ്മള് വിയറ്റ്നാം മാൾട്ട ഉണ്ടോ? നമ്മൾ ഇവിടെ തന്നെ ചെയ്തതാണോ? അല്ലല്ല, നമ്മളിത് പുറത്ത് കൊണ്ടുപോകാം. ഇതിന് തൈകളുടെ കരുത്ത് ഉണ്ടല്ലേ, അത്രയും നല്ല സൈസും ഉണ്ട്, കരുത്തുള്ള നല്ല നല്ല അടിപൊളി തൈകൾ കേട്ടോ. ചെറിയ തൈകളൊന്നുമല്ല. 600 രൂപക്ക് കൊടുത്തിന് സാധനമാണിത്. നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മളിപ്പോൾ ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് 400 രൂപക്കാണ്. 400 രൂപ. അതിനുള്ള മുതലുണ്ട് കേട്ടോ. ഈ സാധനം ഇവിടെ 100 രൂപേനുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നുകയാണ് കരുതേണ്ട. നല്ല ബുഷി തൈകളാണ്. ഇനിയിപ്പോൾ എടുത്ത് കാണിക്കണമെങ്കിൽ ഇതാ ഉണ്ടാ അടിപൊളി തൈകളാണ്. അടിപൊളി ബുഷി തൈകളാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതൊരു പുതിയ മൾബറി കേട്ടോ. ലീഫിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ലാറ എന്നാണ് ഇതിൻ്റെ പേര്. ലാറ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ ഓർമ്മ എന്നറിയോ? നമ്മളെ തൊട്ടടുത്തൊരു സാധനം കൂടി ഇരിക്കുന്നുണ്ട്. കണ്ട അതേപോലെ ഫീൽ ചെയ്തിട്ടാ. പക്ഷെ എന്തായാലും നല്ലൊരു വെറൈറ്റിയാണ്, പുതിയതായിട്ട് വന്ന സാധനമാണ്, പുതിയ ലോഞ്ചാണ്. എന്തായാലും ഇതിൻ്റെ തൈകൾ നമ്മൾ ഇപ്പോൾ 450 രൂപക്കാണ് ചെറിയ തൈ കൊടുക്കുന്നത്. അതാ ഈ ഒരു സൈസ് ഉള്ളത്. ഇതൊക്കെ ഒരു പെട്ടെന്ന് കായ് വരും കേട്ടോ, പെട്ടെന്ന് കായ് വരും. എന്താ ഇതിന്റെ കായ്ക്ക് പ്രത്യേകത വരുന്നത്? ഇതിന്റെ കായ് കുറച്ച് അത്യാവശ്യം നീളമുണ്ട്. ഏറ്റവും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. കളർ ഏതാ വരുന്നത്? കളർ റെഡ്, നല്ല ബ്ലാക്ക് വരും. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ബെറിയിലെ ട്രോപ്പിക്കൽ വെറൈറ്റി. ട്രോപ്പിക്കൽ അല്ലേ? ഒരു വള്ളി പോലെയാണോ? ഞാനൊരു സമയത്ത് പിന്നെ ബ്ലാക്ക് ബെറി ഉണ്ടാക്കിയിരുന്നു. അത് ഭയങ്കര മുള്ളാണ്. കാട് കയറി കഴിഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് പോയി കിട്ടാൻ കഷ്ടപ്പെടും, കാരണം അതിന് മുള്ള് കുത്തിയിട്ടും. ഇത് ട്രോപ്പിക്കലായിട്ട് കായ്ക്കുമെന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു 90% വിശ്വാസയോഗ്യതായുള്ളൊരു സാധനമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് നിങ്ങളെയും ഞങ്ങളൊക്കെ ഭാഗ്യം പോലെ ഉണ്ടാവും. എന്തായാലും മുള്ളില്ല ഇതിന്, അതൊരു വലിയ ഭാഗ്യം. എന്തായാലും ഇത് ഇവിടെ കായ്ക്കാൻ ചാൻസ് വളരെ 90% കൂടുതലാണ്. ആ ബ്ലാക്ക് ബെറിന്റെ തൈകൾ, ഈ തൈകൾ ആവശ്യമുള്ളവർക്ക് മുള്ളില്ലാത്ത തൈകളാണ്. ഇതിന് വില വരുന്നത് 800 രൂപയാണ് വില ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാം. കൂടുതൽ പീസൊന്നുമില്ല, ഒരു 10-15 പീസ് എൻ്റെ കയ്യിലുള്ളൂ. ഇതാണ് വെരിഗേറ്റഡ് പൈനാപ്പിൾ. വെരിഗേറ്റഡ് ആണല്ലോ വരുന്നത്. ഇത്ര പീസ് എൻ്റെ കയ്യിലുള്ളൂ. ഒരുപാട് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതിന് കുറച്ച് ഒരു വില കൂടിയ പൈനാപ്പിളാണ്. എന്താ റേറ്റ് തന്നെ? ഇത് നമുക്ക് പിന്നെ ആളുകൾ വിളിക്കട്ടെ, പലതിനും സൈസിനനുസരിച്ചൊക്കെ നമുക്ക് വില കൂടുതൽ എൻ്റെ കയ്യിലില്ല. ഇതിനെന്താ പറയുക, നമ്മൾ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രമേ വിളിച്ചാൽ മതി. ഈ കലശം തേടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തൈകൾ ഉണ്ടാക്കിയതാണ്, മലേഷ്യയിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് വില ഉണ്ടാവും. നമ്മുടെ അടുത്ത് എല്ലാ ലോങ്ങിൻ്റെ വെറൈറ്റീസും ഉണ്ട്. ഏകദേശം പിന്നെ
27ഓളം വെറൈറ്റി ലോങ്ങൻസ് ഉണ്ട്. ലോങ്ങൻസ് മാത്രം 27 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് 4 സീസൺ ആണ്. 4 സീസൺ എന്താ അറിയില്ല, ഒരുപാട് ഹോൾസെയിലേഴ്സും ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടുതൽ തൈകൾ കൊടുക്കാനില്ലെങ്കിലും നമ്മൾ എന്തായാലും ഒരു ഓഫർ ഇടാൻ പറ്റിയ സാധനം എന്നുള്ളത്. ഓഫർ ഇടേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറി കൂടിക്കണ സാധനമാണ്. അപ്പോൾ ആ സാധനം ഞാനിപ്പോൾ ഒരു ഓഫർ റേറ്റിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നല്ല തൈകൾ 1 വർഷം കൊണ്ട് കായ്ക്കണ തൈകൾ നമ്മൾ 500 രൂപ കൊടുക്കണം. 500 രൂപയോട് കൊടുക്കുക. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളു. അത്യാവശ്യം 4 സീസൺ ഇപ്പം എന്താ പറയുക സെറ്റായി കൊണ്ടിരിക്കുന്ന ഒരുപാടുണ്ട്. ഹോൾസെയിൽ ചോദിച്ചാണ്ടാവോ? ഹോൾസെയിൽ ചോദിച്ചാൽ കൊടുക്കാനില്ല. വീട്ടിൽ ആര് വന്നാലും എത്ര ആൾ വന്നാലും കൊടുക്കാം. ഒരു 100-150 പീസൊക്കെ എന്തായാലും സ്റ്റോക്ക് ഉണ്ട്.